റെഡിയാണോ? കറക്റ്റ് സ്ഥലത്താണ് കൊണ്ടത്. കണക്കൊക്കെ പിന്നെ എഴുതാവുന്നേ. എന്നതായാലും ഇത് എൽസമേ അറിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ രമണൻ ഓമനയുടെ ചതിക്കെടുത്തിട്ടുണ്ടാവും നാളെ പത്രത്തിലെ വാർത്തകളാണ് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. ഒരു ചായ ഒന്നും കഴിക്കണ്ട. അതെ, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ടാ ബാലംപിള്ള സിറ്റി ഇന്ന് ലോകം അറിയുന്നേ. പിന്നെ ആ പബ്ലിസിറ്റി ബാലംപിള്ള സിറ്റിക്ക് ആവശ്യമില്ല. 1975 വെണ്ടയ്ക്ക മുഴുപ്പിൽ അടിച്ചു വന്നതാ പത്രത്തില്. സാറിവിടെ പുതിയ ആളായതുകൊണ്ട് പറയുക, ഈ ലോകത്ത് സ്വന്തം പേരിൽ സിറ്റിയുള്ള ഏകയാൾ ഞാനാ. കേട്ട് കാണും ബാലംപിള്ള. പണ്ട് ഞാനിവിടെ കട തുടങ്ങിയപ്പോ എൽസമ്മയോടൊപ്പം പൂക്കലവർക്കിയ ബാലംപിള്ള ടീ സ്റ്റാൾ എന്നുള്ള ബോർഡിന് താഴെ ബാലംപിള്ള സിറ്റി എന്നെഴുതി വെച്ചത്. ആ ചീത്തപ്പേരെ ഞങ്ങൾ മാറ്റി പുതിയൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് ആരുടെ സമ്മതം ആവശ്യമില്ല. എന്നതാ പുതിയ പേര്? ഇടാൻ സ്ഥലമില്ലാതെ ഒരു സിറ്റി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഇരിപ്പുണ്ട്. അതങ്ങിടും സ്മാർട്ട് സിറ്റി. അടിപൊളി പേര്. ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഇവർക്ക് എന്താ വേണ്ട വെച്ചാൽ കൊടുക്കുക. ഒട്ടും മോട്ടയും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവര് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി കളയുമോ? രാഷ്ട്രീയം. അതെ, ജോസിന്റെ 47 കേട്ടോ. 47-50 പറ്റിലെഴുതിക്കോ. അതിന് തനിക്കവിടെ പറ്റില്ലല്ലോടോ. ഇങ്ങനെയൊക്കെ അല്ലേ പറ്റി തുടങ്ങണ്ടേ? പറ്റിക്കാതിരുന്ന